ചെറുതും വലുതുമായിട്ടുള്ള 40ഓളം ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളത്. അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. 2017 മോഡലിൽ നിൽക്കുന്ന മാരുതി ബലേനോ CVT ഗിയർ ബോക്സ് വരുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 48,000 കിലോമീറ്റർ ഓടിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വീറ്റ എന്ന പേരിൽ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം വെറും 6,10,000 രൂപക്ക് നെറ്റ് പ്രൈസോട് കൂടിയാണ്. 2018 മോഡലിൽ നിൽക്കുന്ന മറ്റൊരു CVT i20 ഹ്യുണ്ടായി എലൈറ്റ് i20 സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,70,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. മറ്റൊരു ചെറിയ സെഗ്മെന്റിൽ നിന്ന് വാഹനം കിടക്കുന്നു. 2018 മോഡലിൽ നിൽക്കുന്ന വെറും 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഡാറ്റ്സൺ റെഡിഗോ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനം. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. മറ്റൊരു ടാറ്റയുടെ വാഹനം കിടക്കുന്നു. ടാറ്റ ടിയാഗോ 2017 മോഡലിൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള AMT ഗിയർ ബോക്സിൽ നിന്ന് XT എന്ന വേരിയന്റിലുള്ള മിഡിൽ ഓപ്ഷൻ വേരിയന്റിൽ വാഹനം സ്വന്തമാക്കാം 4,25,000 രൂപക്ക്. മറ്റൊരു ഓട്ടോമാറ്റിക് വാഹനം കിടക്കുന്നു. 2018 മോഡലിൽ നിൽക്കുന്ന ഹ്യുണ്ടായി എലൈറ്റ് i20 ആസ്റ്റ എന്ന വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,90,000 രൂപക്ക്. 5,90 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഫുൾ ലോൺ ലഭിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനം. മറ്റൊരു മാരുതിയുടെ വാഹനം കിടക്കുന്നു. മാരുതി സെലേരിയോ ZXi 2016 മോഡലിൽ നിൽക്കുന്ന ZXi ഓപ്ഷണൽ എന്ന വേരിയന്റ് വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. ഫുൾ ഓപ്ഷൻ വേരിയന്റ് നിൽക്കുന്ന വാഹനമാണ്. ഈ ഒരു വാഹനം AMT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. ഓൾമോസ്റ്റ് ഒരു 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,35,000 രൂപക്ക്. ZXi ഓപ്ഷണൽ വേരിയന്റാണ്. 4,35,000 ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ചെറിയ ബഡ്ജറ്റിൽ 2 വീലറിന് 4 വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഓട്ടോമാറ്റിക് വാഹനം വേണ്ടവർക്ക് പറ്റിയൊരു വാഹനമാണ്. ഹ്യുണ്ടായിൻ്റെ ഐട്ടൺ സ്പോർട്സ് എന്ന വേരിയന്റിൽ 2009 മോഡലിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കും വെറും 2,20,000 രൂപക്ക്. AT ഗിയർ ബോക്സിൽ വരുന്ന വാഹനമാണ്. റിവേഴ്സിലേക്ക് ഇറങ്ങുന്നുള്ള ഒരു പ്രശ്നമൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് വരില്ല. മറ്റൊരു ചെറിയ സെഗ്മെന്റിൽ ഓട്ടോമാറ്റിക് വാഹനം 2019 മോഡലിൽ നിൽക്കുന്ന ഡാറ്റ്സൺ റെഡിഗോ എന്നുള്ള വേരിയന്റ് വാഹനം. ഡാറ്റ്സൺ റെഡിഗോ T എന്ന വേരിയന്റ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 20,000 കിലോമീറ്റർ ഓടിയിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,10,000 രൂപക്ക്. KL 10 മലപ്പുറം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണിത്. മറ്റൊരു റിനോൾട്ടിൻ്റെ വാഹനം കിടക്കുന്നു. റിനോൾട്ടിൻ്റെ കിഡ് 2017 മോഡലിൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ഓടിയുള്ള RXT ഓപ്ഷൻ എന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,25,000 രൂപക്ക്. മറ്റൊരു AT ഗിയർ ബോക്സിൽ വരുന്ന ഹ്യുണ്ടായിൻ്റെ ഗ്രാൻഡ് ഐട്ടൺ 2013-14 രജിസ്ട്രേഷനിൽ വരുന്ന ഈ ഒരു സിംഗിൾ ഓണർഷിപ്പിൽ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു ഐട്ടൺ വാഹനം സ്വന്തമാക്കാം 3,90,000 രൂപക്ക്. ചെറിയ സെഗ്മെന്റിൽ വരുന്ന മറ്റൊരു വാഹനം മാരുതിയുടെ A-Star VXi ഓട്ടോമാറ്റിക് AT ഗിയർ ബോക്സിൽ വരുന്ന വാഹനം. 2013 മോഡലിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ഓടിയിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം 2,80,000 രൂപക്ക്. മറ്റൊരു മാരുതിയുടെ പ്രോഡക്റ്റ് കിടക്കുന്നു. 2016 മോഡലിൽ നിൽക്കുന്ന ZXi ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പിൽ 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെലേരിയോ AMT ഗിയർ ബോക്സിൽ നിന്ന് ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,05,000 രൂപക്ക്. 4,05,000 ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ചെറിയ സെഗ്മെന്റിൽ നിന്ന് ഡാറ്റ്സൺ റെഡിഗോന്റെ മറ്റൊരു വാഹനം, മൂന്നാമത്തെ ഡാറ്റ്സൺ റെഡിഗോ 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള AMT ഗിയർ ബോക്സിൽ വരുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 2,90,000 രൂപക്ക്. ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ഒരു നീണ്ട ഒരു കളക്ഷൻ തന്നെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ ഒരു റോ കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു റോ കൂടി ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഫുൾ ഓട്ടോമാറ്റിക് ആണ്. മാരുതി സെലേരിയോ, റിനോൾട്ട് കൈഗർ, ഹോണ്ടയുടെ അമേസ് കിടക്കുന്നു. അതേപോലെ തന്നെ ഹോണ്ടയുടെ ജാസ് കിടക്കുന്നു. എല്ലാം CVT ഗിയർ ബോക്സിൽ വരുന്ന വാഹനങ്ങളാണ്. ഒരുപാട് വാഹനങ്ങളാണ് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ മാത്രമായിട്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ ഉടൻ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാഹന വിശേഷങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.